ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മല്ലു സീരീസ് ചാനലിൽ മൈ അൺകാനി ഡെസ്റ്റിനിയുടെ എപ്പിസോഡ് 2 ആണ് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മുടെ ഹീറോയിനെ കൊല്ലാനായിട്ട് ഇവർ 3 പേരും നമ്മുടെ ഹീറോയാണെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഹീറോയിനെ കൊല്ലാൻ വരുന്ന സീനായിരുന്നു. ഇന്ന് കാണിക്കുന്നത് നമ്മൾ ഒരു യുൻ എന്ന് പറയുന്ന ഒരു പെണ്ണിനെയാണ് ഫസ്റ്റ് സീനിൽ കാണിക്കുന്നത്. യുൻ എന്ന് പറയുന്നത് നമ്മുടെ ഹീറോയിനെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു പെണ്ണാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പെൺകുട്ടീനെ നമ്മുടെ ഹീറോയിനെ ഓൾറെഡി നമ്മുടെ കൊട്ടാരത്തേക്ക് നമ്മുടെ ഹീറോ കൊണ്ടുവന്നല്ലോ. അപ്പോൾ അത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവളും ഇതറിഞ്ഞ്, അപ്പോൾ ഇവൾക്കൊരു ടെൻഷൻ, ഇവൾ എങ്ങനെയാണ് നമ്മുടെ ഹീറോയിൻ വന്ന് ഈ ഹീറോയിനെ ഇത്രയും പെട്ടെന്ന് വശീകരിച്ചത്. അപ്പോൾ ഇവളുടെ ചാൻസ് നഷ്ടപ്പെടത്തില്ല. അപ്പോൾ ഇവളുടെ അമ്മ ബാത്റൂമിൽ ഇരിക്കുവാണെങ്കിൽ പോലും അവർക്ക് ഒരു സമാധാനം കൊടുക്കാതെ ഇവളിങ്ങനെ ഓരോ കാര്യങ്ങളും കുത്തി കുത്തി പറഞ്ഞുകൊണ്ടും കുത്തി കുത്തി ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അവളുടെ അമ്മ അവളെ ആശ്വസിപ്പിക്കുകയാണ്, മോളെ ഇതെല്ലാം നമുക്ക് ശരിയാക്കാം, നീ ആരാ, നിന്നെ ഞാൻ ഇത്രയും പവർഫുള്ളായി വളർത്തിയതല്ലേ, നമുക്കെല്ലാം സെറ്റാക്കാം, നീ എൻ്റെ അല്ലേ മോളെല്ലാം ശരിയാകുമെന്ന് പറഞ്ഞിട്ട് അവരെങ്ങനെയൊക്കെയോ ഇവളെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. ഇവള് നേരെ ചെല്ലുന്നത് എങ്ങോട്ടാണ്, നമ്മുടെ ഹീറോയിൻ എന്നുവെച്ചാൽ നമ്മുടെ ഹീറോയിൻ്റെ മുറിയിലേക്ക് പോകുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഹീറോയിൻ അവിടെയാണല്ലോ കിടക്കുന്നത്. അപ്പോൾ അവളുടെ മുഖത്തൊരു എന്താ പറയുന്നത്, കത്തി വെച്ച് മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഹീറോയ്ക്ക് അവളെ ഇഷ്ടമാവത്തില്ല എന്നും പറഞ്ഞാണ് ഇവള് ചെല്ലുന്നത്. ഇവളുടെ ശബ്ദം കേൾക്കുന്നതോട് കൂടി ഇവർ 3 പേര് ഇവളെ വെട്ടാതെ നേരെ 2 പേര് കയറി കബോർഡിൽ, ഒരാൾ വന്നാൽ കട്ടിലിൻ്റെ സൈഡിലും കയറി അങ്ങ് വിളിക്കും. എന്നിട്ട് ഇവൾ വന്നിട്ട് ഈ കത്തിയെടുത്ത് മാർക്ക് എൻ്റെ ഇവള് പറയുവാണ്, നമ്മുടെ ആര് യുൻ പറയുവാണ്, ഞാൻ നിൻ്റെ മുഖത്ത് ഒരു എന്താ പറയുന്നത് കത്തിയെടുത്ത് മാർക്ക് വരയ്ക്കാൻ പോവാണ്, പിന്നെ എങ്ങനെയാണ് ഹീറോ നിന്നെ സ്നേഹിക്കുന്നതെന്ന് എനിക്കൊന്ന് കാണണം, നീ ഇനി എങ്ങനെ അവൻ വശീകരിക്കുന്നത് എനിക്കൊന്നും കാണണം എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യാൻ നിൽക്കുന്ന സമയത്താണ് ഹീറോൻ്റെ സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ ഇവൾക്ക് എവിടെ വിളിക്കേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ ഇവള് ഓടി ചെന്ന് വിളിക്കുന്നത് വേറെ എവിടെയാണ്, ആ കബോർഡിൽ. അപ്പോൾ ഓൾറെഡി ആ കബോർഡിനകത്ത് 2 പേരുണ്ട്. അപ്പോൾ ഇവരെ കാണുമ്പോൾ ഇവള് കിടന്ന് നിലവിളിക്കുന്നു വെച്ചിട്ട് അതിലുള്ള ഇച്ചിരി ഏജ് ആയിട്ടുള്ള ഒരാൾ അതിലുള്ള മറ്റേ പയ്യൻ തട്ടിയിടുമ്പോൾ ഇവർ തമ്മിലങ്ങ് കിസ്സടിക്കുന്ന പോലെ. അപ്പോൾ ഇവൾക്കത് വല്ലാതാവത്തില്ല. അപ്പോൾ ഇവളുടെ കയ്യിൽ ഒരു കത്തി ഉണ്ട്, മാർക്ക് ഇടാൻ വേണ്ടിയിട്ട് യുന്ന് കൊണ്ടുവന്നിട്ടുള്ള കത്തിയില്ലയോ, അത് വന്ന് കബോർഡിൽ സൗണ്ട് ഉണ്ടാക്കും. അപ്പോൾ ഹീറോയ്ക്ക് ഡൗട്ട്, എന്താ കബോർഡിൽ നിന്ന് സൗണ്ട് എന്നും പറഞ്ഞിട്ട് അവൻ നേരെ ചെന്ന് കബോർഡ് തുറക്കാൻ നിൽക്കുന്ന സമയത്ത് ഇവൻ്റെ അസിസ്റ്റൻറ്റ് വന്നിട്ട് പറയും, എന്താ വെള്ളം ശരിയായി കുളിക്കാൻ പറയും. ഇവൻ പിന്നെ ആ ഒരു ടോപ്പിക്ക് വിട്ടിട്ട് ഇവൻ കുളിക്കാനായിട്ട് പോകും. അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്, ഇവൻ ഓൾറെഡി വരാൻ നിൽക്കുന്ന സമയത്ത് ഇവരൊക്കെ ഭയങ്കര ടെൻഷനായി കാണും കേട്ടോ, കബോർഡ് തുറക്കാൻ വന്നേ. അപ്പോൾ ഇവർ പറയണം, ദൈവമേ ഇപ്പോൾ പെട്ടുപോയാനെന്ന് പറഞ്ഞിട്ട് ഇവർ 3 പേരും കൂടി നിൽക്കുന്നത്. എന്നിട്ട് ഇവരിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ഇവർ 3 പേരും. ആ സമയത്തായിരിക്കും നമ്മുടെ ഹീറോയിൻ ശരിക്കും ഉറക്കുന്നത് എണീക്കുന്നത്. ഹീറോയിൻ ചോദിക്കും, നിങ്ങളൊക്കെ ആരാന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കത്തിയൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കും. ഇവൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുവാണെങ്കിൽ അങ്ങ് കൊന്നു കളഞ്ഞിട്ട്. ഇവള് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവൾക്ക് സത്യം പറഞ്ഞാൽ തലയിൽ അടി കൊണ്ടുകൊണ്ട് ഇവൾക്കൊരു കാര്യം ഓർമ്മ കാണത്തില്ല, ഇവൾ ആരാന്ന് പോലും ഇവൾക്ക് ഓർമ്മ കാണത്തില്ല. അപ്പോൾ ഇവർക്ക് ഈ കാര്യം മനസ്സിലാവും, ഇവളുടെ ഈ സംസാരത്തിൽ നിന്നൊക്കെ മനസ്സിലായിട്ട് അതിലിവർ പറയുവാണ്, എന്താണ്, ഞാൻ നിൻ്റെ മൂത്ത ചേട്ടൻ, പിന്നെ അടുത്ത ആൾ പറയും ഞാൻ നിൻ്റെ 2ാമത്തെ ചേട്ടൻ, ഞാൻ നിൻ്റെ അച്ഛനാന്നൊക്കെ പറയും. അപ്പോൾ ഇവൾക്ക് അതങ്ങ് വിശ്വസിക്കാൻ മേല. പിന്നെയാണ് ഇവൾക്ക് അച്ഛൻ ചെറുപ്പത്തിൽ കയ്യിന് വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇയാളുടെ അച്ഛൻ എന്ന് പറഞ്ഞ ആളുടെ കയ്യിനും വേറെ ഉള്ളതുകൊണ്ട് ഇവൾ അതങ്ങ് വിശ്വസിക്കും. ഇവർ പറയുകയാണ്, നമ്മൾ ആരെ കൊല്ലാൻ, ഹീറോനെ കൊല്ലാൻ വേണ്ടി വന്നതാണ്, നമ്മുടെ എന്താ പറയുന്നത്, നമ്മൾ മൂഷി രാജ്യത്ത് നിന്ന് വന്നതാണ്, നമ്മളെ ഫൈറ്റ് ഉണ്ടായിട്ട് നമ്മളെ വീട്ടുകാരെ എല്ലാം നമ്മൾ ഇങ്ങനത്തെ ഒരു ഗതിയിലാക്കിയത് അയാളായതുകൊണ്ട് അയാളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്, മീൻസ് ഹീറോനെ കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ അതെല്ലാം ബോധിപ്പിക്കുവാണ്. പക്ഷേ ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ ഹീറോയിന് ഡൗട്ട് തോന്നി, ആദ്യം എന്തിനാ ഇവളെ കുത്താൻ വന്നതെന്ന്. അത് ചോദിക്കുമ്പോൾ ഇതിൽ രണ്ടാമത്തെ ചേട്ടൻ പറയും, എന്താണ്, നിനക്ക് അയാളെ കൊല്ലാൻ വേണ്ടി കത്തി തരാമെന്ന് പറഞ്ഞില്ല, അത് കാണിക്കാൻ വേണ്ടി വന്നതിലാണ്, നിന്നെ കുത്താൻ വേണ്ടി വന്നതിലെന്ന് പറഞ്ഞിട്ട് ഒരു വിധത്തെ പറഞ്ഞ് കരഞ്ഞ് കാണിച്ചൊക്കെ അവളെ അങ്ങ് ഓക്കെ ആക്കും. അപ്പോൾ ഇവള് വിശ്വസിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ കുടുംബത്തിൽ കുറേ പേരെ കൊന്നിറക്കി, അപ്പോൾ അതിൻ്റെയൊക്കെ റിവെഞ്ച് കാണിക്കാനെന്നൊക്കെ പറയുമ്പോൾ ഇവളും അതങ്ങ് വിശ്വസിക്കും. അപ്പോൾ അതിനുശേഷം നമ്മുടെ ഹീറോ വന്ന് അവൻ്റെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ കാണാൻ വരുമ്പോൾ ഹീറോയിൻ ഓൾറെഡി എണീറ്റിരിക്കുവാണല്ലോ. അപ്പോൾ അവിടെ വന്ന് ഇവൻ സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്തായിരിക്കും അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് മൂഷി രാജ്യത്തിന് കുറച്ച് പേര് വന്ന് അതിൽ കുറച്ച് പേരെ കൊന്നിടയ്ക്കും, ബാക്കിയുള്ളവരെ എന്തോ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും അവരെ അടിമകളാക്കി വയ്ക്കാൻ. അപ്പോൾ നേരത്തെ ഇപ്പോൾ മറ്റേ ആൾക്കാരില്ലേ 3 പേരെ കൊന്ന ആൾക്കാർ, അവർ ഞാൻ അച്ഛനെന്നും മൂത്ത ചേട്ടനെന്നും 2ാമത്തെ ചേട്ടനെന്നും പറയാവേ. അപ്പോൾ ഇവർ 3 പേരും പറഞ്ഞു കൊടുത്തായിരുന്നല്ലോ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത്, നമ്മുടെ കുടുംബക്കാരെ എല്ലാം കൊന്നിറക്കിയതാണ്, അതിൻ്റെ പ്രതികാരം തീർക്കാനെന്ന്. അപ്പോൾ ഹീറോയിൻ ഇത് ഇച്ചിരി കൂടി എന്തായി, ഉറപ്പായി. എന്നിട്ട് അസിസ്റ്റൻ്റ് പോയി കഴിയുമ്പോൾ ഹീറോയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കത്തി എടുത്തിട്ട്, അവളുടെ കയ്യിൽ ഓൾറെഡി ഒരു കത്തി കൊടുത്തല്ലോ, അടുത്തിട്ട് നമ്മുടെ ഹീറോയിനെ കുത്തിക്കൊല്ലാനായിട്ട് കറക്റ്റ് നിൽക്കുന്ന സമയത്താണ് കബോർഡിനകത്ത് ആര് വീഴുന്നത്, യുൻ തറയിൽ വീഴുന്നത്. അപ്പോൾ യുൻ തറയിൽ വീഴുന്ന സമയത്ത് ഇവൾ പെട്ടെന്ന് കത്തി മാറ്റി വയ്ക്കും കേട്ടോ. അപ്പോൾ ഹീറോ ചോദിക്കും, നീ എന്താ ഇതിനകത്തെന്ന് ചോദിക്കുമ്പോൾ ഇവള് നമ്മുടെ യുന്നിന് എന്നൊന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ പറയും, എന്താണ്, ഞാൻ ഈ വഴിയെ പോയപ്പോൾ ഇങ്ങ് കയറിയത്. അപ്പോൾ ഹീറോ ചോദിക്കും, എൻ്റെ ബെഡ്റൂമിനകത്താണോ കയറിയെന്ന് ചോദിക്കും. അല്ല, എൻ്റെ കയ്യിൽ നിന്നൊരു നാണയം തറയിൽ പോയി അത് എടുക്കാൻ വേണ്ടി കയറിയത്, വേറെ ഒന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട്, എനിക്ക് വേറെ ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. അത് കഴിഞ്ഞിട്ട് അവൾ പോയി കഴിഞ്ഞിട്ട് പിന്നെയും കുത്താൻ വരുന്ന സമയത്തായിരിക്കും കറക്റ്റ്
എന്താ പറയുന്നത്, ഹീറോ തിരിയുമ്പോൾ ഇവിടെ നേരെ ചെന്ന് ഹീറോൻ്റെ കയ്യെ വീഴും കേട്ടോ. ഇവരിന്ന് നോക്കി നിൽക്കുന്ന സമയത്ത് കറക്റ്റ് അസിസ്റ്റൻറ്റ് വരുമ്പോൾ ഇങ്ങനൊരു സീനല്ലേ കാണുന്നത്. അപ്പോൾ അസിസ്റ്റൻറ്റ് പറയുന്നത് ശരി ഞാൻ പോയിട്ട് വരാമെന്ന് പറയുമ്പോൾ ഹീറോ ഇവൻ വന്നത് കണ്ടില്ല, അസിസ്റ്റൻറ്റ് വന്ന് കണ്ടപ്പോൾ ഹീറോയിനെ പിടിച്ചിട്ട് തറയിലങ്ങ് തള്ളിയിടും. അപ്പോൾ അസിസ്റ്റൻറ്റ് പറഞ്ഞ് ഞാൻ പിന്നെ വരാമെന്ന് പറയുമ്പോൾ ഹീറോ പറയും ശരി പോകണ്ടെങ്കിൽ വാ, കാര്യം പറഞ്ഞിട്ട് പോകാൻ പറയും. എന്നിട്ട് അസിസ്റ്റൻ്റ് പറയും മോക്ഷി രാജ്യത്തിലെ രാജാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയിനായിരുന്നല്ലോ, അവർക്ക് വയ്യാതായിരിക്കുവാന്ന് ഒരു ന്യൂസ് അറിഞ്ഞിരുന്നത്. അപ്പോൾ ഹീറോയ്ക്കൊരു ഡൗട്ട്, ഞാൻ അവിടെ നിന്ന് ഇങ്ങ് വരുമ്പോഴേക്കും എങ്ങനെയാണ് മോക്ഷി രാജ്യത്തിലെ രാജാവിന് വയ്യാതായത്, അതിലെന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. പിന്നെ പറയും ഇയാൾക്കൊന്ന് എന്ന് വെച്ചാൽ മോക്ഷി രാജ്യത്തിലെ രാജാവിനൊന്നും മരിച്ച് കിട്ടിയിരുന്ന എത്രയോ സമാധാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ നടുതല്ലിയല്ലേ വീണത്, അപ്പോൾ അവൾ കിടന്ന് നടുവൊക്കെ ഇങ്ങനെ തടവും. അപ്പം അസിസ്റ്റൻറ്റ് വിചാരിക്കും ഓക്കെ എന്നാൽ ഇവർക്ക് ഇച്ചിരി ടൈം ആക്കിയിട്ട് അസിസ്റ്റൻറ്റിന് പോകാൻ നിൽക്കുമ്പോൾ ഹീറോ പറയും നിൽക്ക്, ഒരു മിനിറ്റ് നിൽക്ക്, നീ ഒരു കാര്യം ചെയ്യുക, സ്റ്റഡി റൂം ഒന്ന് ക്ലീൻ ചെയ്യും, ഞാൻ ഇന്ന് രാത്രി അവിടെ കിടന്നോളാന്ന് പറയും. അപ്പോൾ ചോദിക്കും അസിസ്റ്റൻറ്റ് ചോദിക്കും അപ്പോൾ ഈ ലേഡി എന്തോ ചെയ്യണമെന്ന് ചോദിക്കുക. അപ്പോൾ പറയും അവൾ വയ്യാതിരിക്കുമല്ലോ, അവൾക്ക് ഇഞ്ചുറി ആയതല്ല, അതുകൊണ്ട് അവൾ ഇവിടെ കിടന്നുറങ്ങട്ടെ എന്ന് ചോദിക്കുമ്പോൾ അസിസ്റ്റൻറ്റ് ചോദിക്കും നിങ്ങളെന്ത് സെപ്പറേറ്റ് ആണോ കിടന്നുറങ്ങാൻ പോകുന്നതെന്ന് ചോദിക്കും. എന്നിട്ട് അടുത്ത സീനിൽ കാണിക്കുക നമ്മുടെ ടാനിൽ ഓൾറെഡി ജനറലി നമ്മുടെ ഹീറോയിനെ കൊല്ലാനായിട്ട് പറഞ്ഞു വിട്ടെ, അവൻ വന്ന് ഓൾറെഡി രാജമുദ്ര കണ്ടുപിടിക്കാൻ പറഞ്ഞുകൊണ്ട് ഇവിടെ മറ്റേ അത് ആ ഒരു എന്താ പറയുന്നത് പള്ളമില്ല അതിൻ്റെ കീഴിലെല്ലാം വന്ന് തപ്പുവാണ്. അപ്പോൾ തപ്പുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ്റെ ഷൂ കിട്ടും കേട്ടോ. അവർ ഷൂ മണത്ത് നോക്കുകയാണ് അവൻ. എന്നിട്ട് അവരെവിടെയെന്ന് കണ്ടുപിടിക്കാനായിട്ട് അവൻ ഇറങ്ങുവാണ്. ഇതേ സമയം വന്ന് നമ്മുടെ യുന്നിൻ്റെ അമ്മ വന്ന് അവരുടെ സെർവൻസിൻ്റെ അടുത്തൊക്കെ എന്താണ്ടൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് യുന്നു വന്ന് പറയുവാണ് എൻ്റെ ആളെ അവൾ മോഷ്ടിക്കാനെങ്ങനെ നോക്കി കഴിഞ്ഞാൽ അവൾ ആഗ്രഹിക്കുന്നത് അവളുടെ മരണമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടി ആരെ കാണാൻ വരുവാണ്, നമ്മുടെ ഹീറോയിൻ കിടന്നുറങ്ങില്ല അവളെ കാണാൻ വരുവാണ്. അപ്പോൾ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയിൻ്റെ മുറിയിലാണല്ലോ അവൾ കിടന്നുറങ്ങുന്നത്, അപ്പോൾ അത് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ഇവരിവിടെ വന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഉള്ള എച്ചിലെല്ലാം ഒലിപ്പിച്ച് കിടന്ന് ഭയങ്കര കയ്യും കാലൊക്കെ നീട്ടിയൊക്കെ വെച്ച് കിടന്നുറങ്ങും. അപ്പോൾ ഇവർ വന്ന ഉടനെ തന്നെ നമ്മുടെ യുന്നു വന്ന് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവളെ എണീപ്പിക്കാൻ വേണ്ടി ഇവളുടെ കവിളത്തുനിന്നുള്ളൂ. പക്ഷേ എന്ന് വെച്ചാൽ ഇവൾ ഈ എച്ചിലൊക്കെ ഇങ്ങനെ ഒലിപ്പിച്ച് കിടക്കുന്നതുകൊണ്ട് അത് അവളുടെ കയ്യിലാവും കേട്ടോ. എന്നിട്ട് അവളെ എടുത്തിട്ട് അവളെ അമ്മയുടെ മേലെ അയ്യേ എന്നൊക്കെ പറഞ്ഞിട്ട് മേലെ വയ്ക്കും. എന്നിട്ട് ഈ യുന്നിൻ്റെ അമ്മ വന്നിട്ട് നമ്മുടെ ഹീറോയിനെ ചവിട്ടാനായിട്ട് കാല് പൊക്കുന്ന സമയത്ത് ഹീറോയിൻ കറക്റ്റ് ഓൾറെഡി ഫൈറ്റൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ, അതുകൊണ്ട് കാല് കയറി അങ്ങ് പിടിക്കും. അപ്പോൾ ഇവർക്ക് നല്ലപോലെ വേദനയാവും. എന്നിട്ട് വിടുന്നു പറഞ്ഞിട്ട് ലാസ്റ്റ് ഹീറോയിൻ വിടും. എന്നിട്ട് ഹീറോയിൻ ചോദിക്കും നിങ്ങൾ എന്തിനാ എന്നെ ചവിട്ടാനായിട്ട് വന്നതെന്ന് ചോദിക്കും, നിങ്ങളൊക്കെ ആരാന്ന് ചോദിക്കും. എന്നിട്ട് ഹീറോയിൻ ചോദിക്കും രാവിലെ തന്നെ എൻ്റെ ഉറക്കം കിടത്താനായിട്ടാണോ നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് കയറി വന്നതെന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ എന്താ പറയുക യുൻ പറയും എൻ്റെ അമ്മയാണ് എന്താ പറയുന്നത് നമ്മുടെ ഹീറോയിനെയൊക്കെ വളർത്തിയതും അവൻ്റെ എല്ലാ കാര്യമൊക്കെ നോക്കിയത് എൻ്റെ അമ്മയായതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ അമ്മയോട് ഭയങ്കര ബഹുമാനം, നീ എന്താ എൻ്റെ അമ്മയുടെ അടുത്ത് ഇങ്ങനെ പെരുമാറുന്നതെന്ന് പറയും. അപ്പോൾ ഹീറോയിൻ പറയും നിങ്ങളല്ലേ വന്ന് എൻ്റെ അടുത്ത് റൂഡായിട്ട് പെരുമാറും, എന്നിട്ട് ഇപ്പം എന്തോ ഞാനാണോ ഇനി അത് ഏൽക്കണ്ടേന്നുള്ള രീതിക്കൊക്കെ ഹീറോയിൻ സംസാരിക്കും. ഇവർക്ക് അറിയേണ്ടത് വേറെ ഒന്നുമല്ല ഇന്നലെ രാത്രി എന്ത് സംഭവിച്ചു, ഇവൾ ഇവിടെയല്ലേ കിടന്നത് സംഭവിച്ചതെന്ന് ചോദിക്കും. അപ്പോൾ ഹീറോയിൻ കുറച്ച് ഉഷാറായിട്ട് പറയും ഇന്നലെ രാത്രി വന്ന് ചില നടക്കാൻ പാടില്ലാത്ത കാര്യമൊക്കെ നടന്നെന്ന് പറയും. അപ്പോൾ ഇവരൊക്കെ കിളി പോയ പോലെ നിൽക്കുക കേട്ടോ. ഇതെല്ലാം കൂടി കേൾക്കുമ്പോൾ യുന്നിനങ്ങ് സഹിക്കത്തില്ല. എന്നിട്ട് അവൾ പറയും ഞാൻ ചാവാന്നും പോവാന്നും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഓടും. അപ്പോൾ അവളുടെ അമ്മയും പിന്നാലെ അങ്ങ് ഓടും. ആ സമയത്ത് അസിസ്റ്റൻ്റ് വന്നിട്ട് പറയും എന്താണ്ട് രാജാവ് മീൻസ് നമ്മുടെ ഹീറോ വന്ന് ഹീറോയിനെ കാണാൻ വേണ്ടി വിളിപ്പിച്ചെന്ന് പറയും. അപ്പോൾ ഹീറോ ചോദിക്കും എന്നെയോ എന്നും പറഞ്ഞിട്ട് അവൾ ചെല്ലുന്ന വേറെ എങ്ങോട്ടല്ല നമ്മുടെ ഹീറോ കുളിക്കുന്നത് കേട്ടോ. മറ്റേതെന്ന് വെച്ചാൽ അസിസ്റ്റൻ്റ് അല്ലേ പുറം തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ഉള്ളതുകൊണ്ട് ഹീറോ പറയണം നീ ഒരു കാര്യം ചെയ്യും, നിനക്ക് ഞാൻ ഇന്നലെ രാത്രി മൊത്തം ആലോചിച്ചിട്ട് നിനക്കൊരു റിവാർഡ് തരാൻ തീരുമാനിച്ചു, കാരണം നീ എൻ്റെ ജീവൻ രക്ഷിച്ചില്ലേ, നീ ഒരു കാര്യം ചെയ്യും, നീ എൻ്റെ പുറം തേച്ച് വിടാൻ പറയും. അപ്പോൾ ഹീറോയിൻ ഇത് ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. അപ്പോൾ ഹീറോ ഇതൊക്കെയാണ് റിവാർഡെന്ന്, നിനക്കൊക്കെ ഇതൊക്കെ വലിയ റിവാർഡാന്ന് പറയും ഹീറോ. അപ്പോൾ ലാസ്റ്റിന് വേറെ വഴിയില്ല. അപ്പോൾ ഹീറോയിൻ അവിടെ ചെന്നിട്ട് ഇവളെ കൈ തൊടാതിരിക്കാൻ വേണ്ടി ഒരു തുണി അവിടെ നിന്ന് എടുത്തിട്ട് ആ തുണി വെച്ച് ഇതാക്കിയിട്ട് വലത്തെ വശത്ത് തടാൻ നോക്കുമ്പോൾ ഹീറോ പറയും ഇടത്ത് തടാൻ നിൽക്കുമ്പോൾ പറയും വലത്ത്. അങ്ങനെ പറഞ്ഞാൽ ലാസ്റ്റ് പിന്നെ ഓക്കെ ആയിട്ട് ഇവളിങ്ങനെ മെല്ലെ തടവിയിട്ട് പിന്നെ ഇവൻ്റെ ഇതൊന്നും ഇഷ്ടമാവുന്നില്ല കേട്ടോ. അപ്പോൾ പുറം നല്ലപോലെ അങ്ങ് തടവി കൊടുക്കും. അപ്പോൾ ഇവരങ്ങ് വേദന കാരണം ഇരിക്കാൻ വയ്യ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവ ഇരുന്നിങ്ങനെ ഉറങ്ങുമ്പോൾ ഇങ്ങനെ തടവി കൊടുക്കുമ്പോൾ ആ സമയത്താണ് ഹീറോയിൻ ആലോചിക്കുന്നത് ഇവനെ കൊല്ലാം, കാരണം നമ്മൾ ആ ലക്ഷ്യത്തിന് വേണ്ടിയാണല്ലോ ഇവിടെ വന്നത്, ഇവനെ കൊല്ലാമെന്നും പറഞ്ഞ് ഇവൻ്റെ കഴുത്തിന് ഇങ്ങ് പിടിക്കാൻ വേണ്ടി ആ തുണി ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഇവൻ വിചാരിക്കും ഇവൻ്റെ മേലെ ഇവളെ അഡ്വാൻറ്റേജ് എടുക്കാൻ നോക്കുന്നതാണ്. അത് പറഞ്ഞ് ഇവളെ പിടിച്ച് അങ്ങ് ആ വെള്ളത്തിൽ ഇടുന്ന സമയത്ത് ഇവളുടെ രാജമുദ്ര വന്ന് ആ വെള്ളത്തിൽ പോവും, അതിനകത്ത് പോവും. അപ്പോൾ അതുകൊണ്ട് അവനും കാണത്തില്ല അവളും അത് ശ്രദ്ധിക്കത്തില്ല കേട്ടോ.
എന്നിട്ട് എന്താണ് നമ്മുടെ ഹീറോ വന്ന് പറയും, ഇതാണ് ഞാൻ പെണ്ണുങ്ങളെയൊന്നും അടുത്ത് കൊണ്ടുവരാത്തതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അടുത്ത് കൊണ്ടുവന്ന് ഇവരെല്ലാവരും എൻ്റെ മേലെ അഡ്വാൻറ്റേജ് എടുക്കും, നീയും അതേ കണക്കിനാന്ന് പറയും. അപ്പോൾ ഹീറോയിന് നല്ല ദേഷ്യം വരുവേ. ഹീറോയിൻ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്തുവാ, നീ ആരാന്നാ നിൻ്റെ വിചാരം, നിനക്കൊക്കെ സാധാരണ ഒരു ബോഡി, സാധാരണ ഒരു സൗന്ദര്യം, സാധാരണ ബുദ്ധിയൊക്കെ ദൈവം തന്നിട്ടുള്ളൂ. നിന്നേക്കാൾ എത്രയോ ബെറ്റർ ആയിട്ടുള്ള ആൾക്കാർ എത്രയോ പേരിരിക്കുന്നത്, നീയൊക്കെ അതിലൊന്നും നീ ഒന്നും അല്ലെന്ന് പറയും. അപ്പോൾ ഹീറോയ്ക്ക് നല്ല ദേഷ്യം. എന്നിട്ട് പറയും, ഹീറോ പറയും എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി എത്രയോ പെണ്ണുങ്ങൾ നിൽക്കുന്നതെന്ന്. അപ്പോൾ ഹീറോയിൻ പറയും പിന്നെ ഒരു പന്നിയെ കല്യാണം കഴിക്കാനല്ലേ ആൾക്കാർ നിൽക്കുന്നതെന്ന്. അപ്പോൾ ഹീറോയ്ക്ക് നല്ല ദേഷ്യം, നീ എന്താ പറഞ്ഞ എന്നെ പന്നി എന്ന് പറഞ്ഞെന്ന് പറയേ ഹീറോ. അപ്പോൾ ഹീറോയിൻ പറയും ഈ പന്നി എന്തിനാ ഇപ്പോൾ ദേഷ്യപ്പെടുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ഹീറോയ്ക്ക് ഭയങ്കര ദേഷ്യമാവേ. എന്നിട്ട് ഹീറോ വന്ന് അസിസ്റ്റൻ്റ് വിളിച്ചിട്ട് പറയും ഇവൾക്ക് മര്യാദയ്ക്ക് മാനേഴ്സ് പഠിപ്പിക്കുന്ന രീതിക്കുള്ള പണിഷ്മെൻറ്റ് കൊടുക്കാൻ പറയും. ഇതേ സമയത്ത് നമ്മുടെ രാജമാത എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ അമ്മ അവിടെ ഇങ്ങനെ ചെരിഞ്ഞ് കിടന്നിങ്ങനെ ഉറങ്ങി ഇവർ പറയുന്ന പരാതിയെല്ലാം കേട്ടുകൊണ്ടിരിക്കുക. വേറെ ആരുമല്ല, യുന്നിൻ്റെ അമ്മയും കൂടി ഇവിടെ വന്നിട്ട് രാജമാതാവിൻ്റെ അടുത്ത് കുറേ പരാതി പറയുക. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുവാണ് എന്താണ്, നമ്മുടെ ഹീറോയിൻ വന്ന് അവൾ ശരിയല്ല, അവൾ ഞങ്ങളെയൊക്കെ അടിച്ച് ഇവർ മൂക്കുന്നൊക്കെ ചോര വരുത്തിയിട്ട് വന്നേക്കുന്നത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അവൾ ഉപദ്രവിച്ചെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഇവളോട് സംസാരിക്കാൻ പോയപ്പോൾ ഞങ്ങൾ കുറേ ഉപദ്രവിച്ച്, അവളുടെ നടപടിക്കൊന്നും ശരിയല്ല. മാത്രമല്ല ഇനി അവൾ വല്ല പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലോ നമ്മുടെ രാജാവിന് എന്തെങ്കിലും അസുഖമൊക്കെ പാസ് ചെയ്താൽ നമ്മൾ അറിയത്തില്ലോ എന്നൊക്കെ പറയും. അപ്പോൾ എടുത്തൊരു രാജമാത പറയും ശരിയാണ്, ബട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുന്നത് ഹീറോയിൻ്റെ ജീവൻ രക്ഷിച്ചതാണല്ലോ ഹീറോയിൻ, അതുകൊണ്ട് അവൾ നമ്മളെ എങ്ങനെയാണ് പണിഷ് ചെയ്യാൻ പറ്റുന്നത്. മാത്രമല്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഹീറോയിൻ്റെ ജീവൻ രക്ഷിക്കാൻ ആര് ധൈര്യത്തോടെ ഇനി ഭാവിയിൽ മുന്നോട്ട് വരുന്നൊക്കെ ചോദിക്കുവാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് ഒരു എന്താ പറയുന്നത് ഒരു സെർവൻറ്റ് വന്നിട്ട് പറയുവാണ് കുറേ പേര് രാജ്യത്ത് നിന്ന് പിടിച്ച കുറേ പേരെ വന്ന് എന്താക്കിയിട്ടുണ്ട്, അടിമകളാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഹീറോയിനെ എന്താക്കിയിട്ടുണ്ട്, ഒരു വേലക്കാരിയാക്കി മാറ്റിയിട്ടെന്ന് പറയണം. ആ സമയത്ത് നമ്മുടെ രാജമാതാവ് എണീറ്റിരിക്കുകയാണ്. അപ്പോൾ ഇവർക്കൊക്കെ സന്തോഷമായി കേട്ടോ. അപ്പോൾ പറയുകയാണ് അവൾ എന്തിനാണ് അങ്ങനെ വേലക്കാരിയാക്കി വെച്ചേക്കുന്നത്. പിന്നെ എന്നിട്ട് യുന്നിൻ്റെ അടുത്ത് പറയുകയാണ് നീ അവളുടെ കാര്യങ്ങളെല്ലാം ഓക്കെ ആയി നോക്കിക്കോണേ എന്ന് പറയുവാണ്. അത് കഴിഞ്ഞിട്ട് എന്നിട്ട് കാണിക്കുവാണ് എന്താ പറയുന്നത്, ഇവരിപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ നമ്മൾ വേലക്കാരിയാക്കിയെന്ന്, അങ്ങനെ ഒരു 5-6 വേലക്കാരീസ് മീൻസ് വേലക്കാരികളുടെ ഇടയിൽ നമ്മുടെ ഹീറോയിൻ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ആര് വരുവാണ്, നമ്മുടെ അവിടെ വരുവാണ്. യുന്നാണ് ഈ വേലക്കാരികളുടെ എല്ലാ ജോലിയും കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്, അവരുടെ ഫൈനലായിട്ട് ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ അവൾ അതിൻ്റെ വീരവാദം എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് കറക്റ്റ് നമ്മുടെ പിന്നെ കുറേ പേര് പിടിച്ചു വെച്ചെന്ന് പറഞ്ഞാൽ മുഷിരാജത്ത് അവരെല്ലാം അടിമകളാക്കി കൊണ്ടുവരുന്നതിൽ നമ്മുടെ ഹീറോയിൻ വന്ന് ആരെ കാണുവാണ്, സിലാനെ കാണുവാണ്. സിലാനും ഹീറോയിനെ കണ്ടിട്ട് മനസ്സിലാകാതെ പോകുന്നതോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.